അപ്പോൾ അതാണ്. അപ്പോൾ ശാന്ത എന്നോടൊപ്പം ചേരുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ശ്രീമതി ശാന്ത. ഹലോ, ആ നമസ്കാരം സാർ. നമസ്കാരം. ശ്രീമതി ശാന്ത ഈ സിനിമയൊക്കെ ധാരാളം കാണുന്നയാളാണോ? ഞാൻ സിനിമ ഏതാണ്ട് എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ തിയേറ്ററിലൊക്കെ പോയി കണ്ടിട്ടില്ലെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് കാണും, തിയേറ്ററിലും പോയി കാണുന്നില്ല. ഞങ്ങൾ പുറത്തും കാണും, ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴും കാണും. കല്യാണം കഴിച്ചതിന് ശേഷമാണ് സിനിമ കൂടുതൽ കാണാൻ തുടങ്ങിയത്? കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് സിനിമ കാണുന്നത് സ്വാമി അയ്യപ്പൻ സിനിമയാണ്. കുഞ്ഞുനാളിലെ എന്റെ 10 വയസ്സിൽ കാണുന്നത്. ആരാണ് സിനിമയ്ക്ക് ആരോടൊപ്പമാണ് പോകുന്നത്? ഭർത്താവിനോടൊപ്പമാണ് പ്രധാനമായും? ഭർത്താവിനോടൊപ്പം പോകും. കല്യാണം കഴിച്ച് 3-3.5 വർഷം സിനിമയ്ക്കൊന്നും പോകത്തില്ലായിരുന്നു. ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് പോകത്തില്ലായിരുന്നു. പുള്ളിക്കാരൻ ലീവിന് വരുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ആങ്ങളമാരൊക്കെ വരുമ്പോൾ ആങ്ങളമാരെ ഭാര്യമാരെ കൂട്ടത്തൊക്കെ പോകാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കേരള സ്റ്റോറി പോലത്തെ സിനിമകൾ ശ്രീ ശാന്ത ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താണ് കാണുമ്പോൾ? സാറേ, സിനിമ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമയും നല്ല സിനിമയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം നമ്മൾ കൊള്ളാമെങ്കിൽ കളയും, കൊള്ളാത്തത് നമ്മൾ കളയും, ഇല്ലയോ? നമ്മൾ കളയും. അപ്പൊ നമ്മൾ ഈ സിനിമയുടെ പേരും പറഞ്ഞിട്ട് അവര് എത്രയോ കോടികൾ ചെലവാക്കി അവര് കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. നമുക്ക് വേണ്ടാത്ത ഭാഗം അവർ കട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടാത്ത ഭാഗം നമ്മൾ കാണണ്ട. പക്ഷെ ആ പേരും പറഞ്ഞ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ജാതി മതങ്ങള് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും, റിലീവ് ചെയ്ത്. കാരണം ഇനി കൊണ്ടുവന്ന മറ്റേ ഒരാൾ നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മളെ കേരളത്തിൽ നടക്കത്തില്ല. പക്ഷേ ഈ ജാതി മതങ്ങൾ പറയുന്നതിന്റെ മൂല്യം അത് ഉണ്ടാവുന്നത് വെളിരാജ്യത്ത് പോയി ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഇതിന്റെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഈ കേരളത്തിൽ കിടക്കുന്ന പറയുന്നവർക്ക് പലതും പറയാം, ഇന്ത്യയിൽ നിന്ന് പറയുന്നവർക്ക് പലതും പറയാം. അന്യ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ കുടുംബങ്ങളും കളഞ്ഞിട്ട് പോയി ജീവിക്കുന്നവരുണ്ട്. അവർ ജീവിക്കാൻ വേണ്ടിയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ദൈവം ഈ മതവും ഹിന്ദു മതം എന്നുള്ളത്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള മതം പറയാതെ നമ്മൾ എല്ലാവരും മനുഷ്യനെ ഒന്നായി നമ്മൾ കാണുക. പിന്നെ ബീഫ് തിന്നുന്നവരുണ്ട്, തിന്നാത്തവരുണ്ട്. വേണമെങ്കിൽ തിന്നുക, വേണ്ടാത്ത തിന്നുക. ഇപ്പൊ ബീഫ് മുറിച്ച് ഞാൻ ചോദിക്കട്ടെ, ബീഫ് ഇപ്പൊ തിന്നുന്നു, അവരത് കട്ട് ചെയ്തായിരുന്നാ പോലെയാ. അപ്പൊ പിന്നെ മനുഷ്യർ വെച്ച് തിന്നത്തില്ലല്ലോ. അത് കട്ട് ചെയ്ത് ഉണ്ടാക്കി വെക്കുന്നോണ്ടല്ലേ അത് മനുഷ്യൻ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിബന്ധന കൊണ്ടുവന്നെന്നും പറഞ്ഞുകൊണ്ട് അവര് കട്ട് ചെയ്യാതിരിക്കുവോ? അവര് വെക്കാണ്ടിരിക്കുവോ? അപ്പൊ മദ്യം തന്നെ ആൾക്കാർ കുടിക്കുന്നു, കുടിക്കാൻ പാടില്ല, അത് ആരോഗ്യത്തിന് ഹാനികാര്യമാണ്. പിന്നെന്തുവാ, കഞ്ചാവുണ്ട്, മയക്കുമരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യം ഇത് ചെയ്യേണ്ടത്, ഇത് ഉണ്ടാക്കുന്നത് എവിടെയാണ് അവിടെ നമ്മൾ കട്ട് ചെയ്യുക. അല്ലാതെ ഉണ്ടാക്കി മുമ്പ് കൊണ്ട് വെച്ചേച്ച് അത് കഴിക്കരുതെന്ന് പറഞ്ഞ ആരെങ്കിലും ചക്കര കലത്തി കൈയിട്ട് നട്ടാത്തവരുണ്ടോ സാറേ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ എന്നോടൊപ്പം ശരി, കൃത്യമാണ്. ശരി, അപ്പൊ കസ്തൂരി എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. കസ്തൂരി, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ഹലോ, കേൾക്കാം. അത് ഇങ്ങനെ ഈ ഒരു സിനിമ ഇത് റിലീസായതും അത് വന്ന് ഇവിടെ പോകുന്നതും ഒക്കെ നമ്മളിതങ്ങ് ശ്രദ്ധിക്കാതിരുന്നാ പോരെ സാർ? ഇത് എന്തിനാണ് നമ്മളിതൊക്കെ ഒരു ചർച്ചയാകുന്നതും ഡിബേറ്റും ഇങ്ങനെയൊക്കെ? ഇതിന്റെ ഒരു കാര്യമുണ്ട്, ഇത് വരിക പോവുക, ഇത് ആരും ശ്രദ്ധിക്കത്ത പോലുമില്ല. കൂടുതൽ നമ്മൾ ഈ ചാനലുകളും മറ്റുള്ളവരും എല്ലാം ഇതിങ്ങനെ ഒരു വിഷയമാക്കുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ആളുകൾ കൂടുതൽ ചിന്തിക്കുന്നതും ഒക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.